കൂട്ടുകാരെ, ഇസ്മി ആര്യാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക കേട്ടോ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുമേ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാ വീഡിയോസും ഒന്ന് കയറി കാണണം കേട്ടോ. പിന്നെ അതുപോലെ ഇത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അതൊരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. അത് നമ്മുടെ അമ്മയുടെ സ്പെഷ്യൽ ഒരു കറിയാണ്. ഇത് നമ്മുടെ വീട്ടിൽ താളുകറി എന്ന് പറയും, പിന്നെ മടന്തക്കറി എന്നൊക്കെ പറയും കേട്ടോ. ചേമ്പല, നമ്മുടെ ഈ തോട്ടിൻ്റെ ഭാഗത്തേക്കുന്ന ഇലയാണ് കേട്ടോ. കുഞ്ഞിലകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. എല്ലാ ഇലകളും കൊണ്ട് ഞാനിങ്ങനെ ബേസിനിലോട്ട് വെള്ളം പിടിച്ചിട്ട് ഓരോ ഇല വീതമാണ് കേട്ടോ കഴുകുന്നത്. അതായത് നമ്മുടെ തോട്ടിൻ്റെ സൈഡിൽ നിൽക്കുന്നത് കണ്ടമെന്ന് പറയും, കണ്ടത്തിൻ്റെയൊക്കെ സൈഡിൽ നിൽക്കുന്നതായതുകൊണ്ട് വലിയ അഴുക്കൊന്നും ഇല്ല കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ വെള്ളമൊക്കെ നമ്മൾ പിടിച്ച് കഴിഞ്ഞ് ഓരോ ഇല വീതം നമ്മൾ കഴുകുകയാണ് കേട്ടോ കൂട്ടുകാരെ. ഏകദേശം നമ്മൾ എല്ലാ ഇലകളും ഓരോന്ന് വീതം കഴുകി, കാരണം വലിയ അഴുക്കൊന്നും ഇല്ല, കാരണം ഇത് തോടിൻ്റെ സൈഡിൽ നിൽക്കുന്നതാണല്ലോ. പിന്നെ നമ്മുടെ അമ്മ വന്നു കേട്ടോ. പിന്നെ നമ്മുടെ അമ്മയാണ് ബാക്കിയൊക്കെ ചെയ്യുന്നത്. ബാക്കിയൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനി ഓൺ വോയിസ് ആയിരിക്കും കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഓക്കെ, എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ. കർക്കിടക മാസത്തിലാണ് ഇലക്കറികളെല്ലാം കൂട്ടുന്നത്. ആ ഒരു സമയത്ത് ഏറ്റവും വിഷമുള്ള ഇലയാണ് മുരിങ്ങയില. അത് കൂട്ടത്തില്ല. അതിനുശേഷം എൻ്റെ അമ്മൂമ്മയാണ് എൻ്റെ കുഞ്ഞുനാട് മുതൽ കഴിച്ച് നിൽക്കുന്ന സമയങ്ങളിൽ ഈ ചേമ്പല ചെന്ന് പറിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ ചോദിക്കും, ഇതെന്തിനാ അമ്മൂമ്മ മതി. ഇപ്പം ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മുടെ കർക്കിടക മാസത്തിൽ നമ്മൾ ഈ ചേമ്പല കറി വെച്ച് നമ്മൾ കഴിക്കണം. അല്ല, ഇതെങ്ങനെ ചുരുട്ടി എങ്ങാണ്ട് ചെയ്യത്തില്ലേ? ഇത് നമ്മൾ 4 വലുതാണെങ്കിൽ ഒരു 5 കീറും നടുവ് അങ്ങോട്ടും ഇങ്ങോട്ടും. ചെറുതാണെങ്കിൽ 4 കീറിയിട്ട് അത് നമ്മൾ വിളക്കുത്തിരി തുറക്കുന്ന രീതിയിൽ അങ്ങോട്ട് കൈകൊണ്ട്, പണ്ട് തിരശ്ശീല, ഇപ്പോഴത്തെ കടയിൽ വിളക്കുത്തിരി വാങ്ങിച്ച് കത്തിക്കുന്നു. ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വെള്ളം കൊണ്ട്, പഴയ വെള്ളം കൊണ്ടെല്ലാം അലക്കി നല്ല വെള്ളം കൊണ്ട് തിരശ്ശീല, അതാണ് ഞങ്ങൾ വിളക്ക് കത്തിക്കാൻ. ഇത് എത്ര വെള്ളത്തിൽ കഴുകണം? 3 വെള്ളത്തിൽ കഴുകണം. അഴുത്തില്ലല്ലോ, ചേമ്പല എത്ര നനച്ചാലും നനയത്തില്ലല്ലോ, അതേ വെള്ളം നിൽക്കില്ല. നമ്മുടെ തോട്ടിന്റെ സൈഡിലൊക്കെ നിൽക്കുന്ന ഇലയാണല്ലേ? ആണ് നമ്മളെ റോഡിന്റെ നല്ല വൃത്തിയുള്ളിടത്ത് നമ്മുടെ. ഇതിന്റെ പേര് മടന്ത അല്ലേ? മടന്തക്കറി എന്ന് പറയും. നമ്മളിതെല്ലാം കഴുകി എടുത്തല്ലേ? എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് ഈ വെള്ളം തോർന്ന് കഴിയുമ്പോൾ ഇവനെ ഞാൻ കീറിയിട്ട് ഇത് അടപ്പത്ത് വെച്ച്. പിന്നെ ഇതിന്റെ ചേരുവകളൊക്കെ എന്താ? തേങ്ങയൊക്കെ അല്ലേ? ഇതിൻ്റെ ചേരുവകൾ വെളുത്തുള്ളി, തേങ്ങ, ജീരകം. ഇത് ഒത്തിരി വടി അരക്കത്തില്ല, ഒരു ചതച്ചൊരു കുഴമ്പും വെളുത്തി അരച്ച് എടുക്കും. എന്നിട്ട് ഇതിനെ വെള്ളം ഇത് തോന്നല്ലോ, ഓൾറെഡി ചേമ്പലയുടെ നമ്മളങ്ങനെ വെള്ളം നിൽക്കില്ല. വെള്ളത്തിനകത്ത് തന്നെ ഇത് കെട്ടി നമ്മൾ അടപ്പത്ത് വെച്ച് ഇതിനെ തിളപ്പിച്ച് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ച് ശകലം കഞ്ഞിവെള്ളത്തിനകത്തൂടെ വേവിച്ചാൽ അത്രയും നല്ലതാണ്. ഇത് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യുന്നത് അടുപ്പിലാണല്ലേ മേ? മൺചട്ടിയിൽ വെച്ച്. ഇതിപ്പോൾ കർക്കിടകത്തിൽ കൂട്ടണമെന്നാണ്. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴാണ് നമുക്ക് ചേമ്പതാൾ കിട്ടിയതല്ലേ, മടന്ത. ഇവിടെ പക്ഷെ അത് മടന്ത, അത് നമ്മൾ കഴിച്ചു. കഴിഞ്ഞ ദിവസം നമ്മളത് കൂട്ടി. പക്ഷെ നമ്മൾ ഇന്ന് പിന്നെ നമ്മുടെ ഒരാൾ നമുക്ക് കൊണ്ട് തന്നല്ലേ അവരത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ സദാശിവൻ ചേട്ടനാണ് നമുക്ക് മടന്തയില പേർമലയുള്ളതാണ്, ആ ചേട്ടൻ കൊണ്ട് തന്നതാണ്. ഞാൻ ഇങ്ങനെ തിരക്കിയിരിക്കുമായിരുന്നു. എന്തായാലും കിട്ടി, നമുക്ക് എന്തായാലും കിട്ടി. ഇതാണ് വേണ്ടിയത്, ഇതിനെയാണ് രുചി. ഒന്ന് കാണിച്ചേ അമ്മയൊന്ന് കാണിച്ചേ ഫേസ്. ഓക്കെ, ഇതാണ് നമ്മുടെ മടന്ത അല്ലേ അമ്മേ? ഓക്കെ, നമുക്കിനി ഇതിനെ ഒന്ന് ഒന്ന് കീറണം. കീറി അവനെ കെട്ടി വെക്കണം. ഓക്കെ, കെട്ടി അടപ്പത്ത് വെച്ച് ഇലയെടുത്ത് ചുരുട്ടി കെട്ടിയിട്ടു. ചെറിയ ഇലയാണെങ്കിൽ
നമുക്കിതങ്ങനെ ചുരുട്ടി അങ്ങ് എടുത്താൽ മതി. നല്ലോണം വെന്ത് തിളച്ച് കഴിയുന്നതാണ് ഞാൻ ചുരുട്ടി കെട്ടിക്കഴിഞ്ഞ് എടുത്തിട്ട് ഇങ്ങനെയായതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട്. എന്ത് ചെയ്യാ കുഞ്ഞത് എന്ത് ചെയ്യമ്മേ ചെറിയത് അമ്മ പറഞ്ഞ് ചുരുട്ടാൻ പാടായ അതിനകത്തുണ്ട് ഉണ്ടോ എവിടെ കിടക്കുന്നത്? പാടായതുകൊണ്ട് താൻ കഴിഞ്ഞു പോയി. കഷ്ടം. എന്നാലും നമ്മള് അതിനെ കളയാൻ പറ്റില്ല. ആശിച്ച് വന്നേല്ലേ കഴിക്കാം. അതിനെ ഞാൻ കെട്ടി അന്നഴിഞ്ഞ് വീണ്ടും കെട്ടുകെട്ടെ. വീണ്ടും കെട്ടുക. മക്കളെ അരിയല്ലേ. നമുക്ക് ഇത് ഇങ്ങനെ ചുരുട്ടിയിടാം, അല്ലാതെ പറ്റത്തില്ല. അരിഞ്ഞ് അധികം വെള്ളം ചേർക്കരുത്. മടന്ത മടന്ത ഇനി മടന്തക്കറി ചേമ്പല നനഞ്ഞത് കൊണ്ടാണ് ചുരുട്ടാൻ പാടില്ല. ചുരുട്ടാൻ പാടില്ല. പക്ഷെ ഇതിൽ തണ്ടൊക്കെ ചിലർ കറിക്കകത്ത് ഇടുമല്ലോ. തണ്ട് നമുക്ക് കിട്ടിയില്ലല്ലോ. ഇതിൻ്റെ തണ്ട് അത് വേറെ അത് ചീമച്ചേമ്പൻ്റെ തണ്ട് നമ്മൾ തോരൻ വയ്ക്കും. കുത്തി അരിഞ്ഞ് അതിനെ ഇത് നമ്മൾ നമ്മളതിനെ തോരൻ. ഇതിനും തീരെ കുഞ്ഞലയായിരുന്നു. അതിനെ കെട്ടാൻ വന്ന പോലെ ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് നോക്കട്ടെ. പറ്റും, അമ്മയും കൊണ്ട് പറ്റും. ഓക്കെ. ആ പറ്റിയല്ലോ. മുറിഞ്ഞു പോയി. മുറിഞ്ഞോ? സാരമില്ല, അതിനെയും കൂടെ നമുക്ക് അതിലിടാം. ഏകദേശം എല്ലാം ആയല്ലേ? ശകലം വലുതായിട്ട് ഇവരെല്ലാം വന്നതാണ്. ഇരുവിന്ന് വന്നതാണ്. കീരുവഴി തോട്ടിന്നല്ലയോ? ഇരുവി തോട്ടിന്നല്ല, കണ്ടത്തിൻ്റെ സൈഡിൽ നിന്ന്. ഇപ്പം കൃഷിയൊന്നുമില്ല നമ്മളിവിടെ. വൃത്തിയല്ല കിട്ടത്തില്ല ഈ കർക്കിടക മാസത്തില്. കഴിച്ചാലും നല്ലയാ. നമ്മൾ നോക്കിയെന്നറിയാമോ? കിട്ടിയില്ല. പലരോടും പറഞ്ഞിങ്ങനെ കൊണ്ടുവരാൻ. അങ്ങനെ കിട്ടാതെ എല്ലാ ദിവസമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലെ അരിത്തെ ചേമ്പ് കണ്ണാഞ്ചേമ്പിൻ്റെ ഇല പറിച്ചിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അതൊന്നും ചൊറിഞ്ഞില്ല. അതെൻ്റെ അമ്മയാണ് അത് ചൊറിയുന്നത് എങ്ങനെ? അതിന് വേണ്ടിയില്ല അവിടെ പുളിയൊക്കെ ഇടുന്നേ. പുളിയൊക്കെ തോട്ടുപുളി അല്ലേ? ഉപ്പൊക്കെ ചേർത്ത്. തോട്ടുപുളി ഇല്ലാതാണ് ഇവിടെ ചെയ്യുന്നത്. ചൊറിച്ചിട്ട് പോകുന്നത്. ചൊറിച്ചിലുണ്ടെങ്കിൽ ഈ ചൊറിയത്തില്ലായിരിക്കാം, കഴിക്കാം. വലിയ ഇല. ഈ ഇലയാണ് നമ്മൾ നാലായിട്ട് വേണ്ട നിലയിൽ നാലായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്തു കണ്ട. അങ്ങനെ നമ്മുടെ ചേമ്പന്താൾ എല്ലാം മടന്തല്ലയോ റെഡിയാക്കി എല്ലാം എടുത്തിട്ടുണ്ടല്ലേ അമ്മേ? കഴിഞ്ഞു, തീർന്നു. ചേർന്നു. അടപ്പത്താണ് വെക്കുന്നത്. അങ്ങനെ മടന്ത മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കത്തിയില്ലേ? കത്തട്ടെ. വിറക് നനഞ്ഞതാണ് കൂട്ടുകാരെ. കാരണം മഴയൊക്കെ അല്ലേ, അപ്പം കത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നാലും നമുക്ക് കത്തിച്ചെടുക്കണ്ടേ. നമ്മൾ ഈ അടുപ്പി വെക്കുന്ന കറികൾക്കാണ് ഏറ്റവും കൂടുതൽ സ്വാദുള്ളത്. അതിപ്പോൾ എത്ര ഗ്യാസേ വെച്ചാലും ആ ഒരു സ്വാദ് കിട്ടത്തില്ല അല്ലേ അമ്മേ? അപ്പം നമ്മൾ പണ്ടൊക്കെ നമ്മൾ അടുപ്പിലായിരുന്നു എല്ലാം കുക്ക് ചെയ്യുന്നത്. അടുപ്പിലോട്ട് വെച്ചു. ഇനി എന്താ കഞ്ഞിവെള്ളം അതിലൊഴിക്കണം? എങ്ങനെ? ഇതമ്മേ കഞ്ഞിവെള്ളം എടുത്തോണ്ട് പോവാ. വരട്ടെ. തീ ഇപ്പം നന്നായിട്ട് കത്തി കൂട്ടുകാരെ. ഇത് വെട്ടുന്നത് ഇനി കഞ്ഞിവെള്ളം. ഇനി ഇത് തന്നെ തിളയ്ക്കണം അല്ലേ? തീ നമ്മൾ കഞ്ഞിവെള്ളത്തിനകത്ത് അടപ്പത്ത് വെച്ച് വേവിക്കുകയാണ്. വെന്ത് തിളച്ച് കഴിയുന്നതിന് നമ്മൾ മഞ്ഞൾപ്പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇടും. അത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുടംപുളി നമ്മുടെ തോട്ടുപുളി. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ചൊറിയാതിരിക്കാൻ. അത് നല്ലോണം തിളച്ചെല്ലാം റെഡിയായി കഴിയുന്നതിന് നമ്മൾ കുടംപൊടിയും കൂടെ തിളച്ച് കഴിയുന്നതിന് കുരുമുളകും മുളക് പൊടിയും കൂടെ അതിനകത്ത് ഇടും. മുളക് പൊടി, പിന്നെ തേങ്ങ, വെളുത്തുള്ളി അത് കൂടി ഇട്ടൊന്ന് ഇതാകുമ്പോൾ അര.
മഞ്ഞപ്പൊടി ഒക്കെ ഇട്ടായിരുന്നല്ലേ അമ്മേ? മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടല്ലേ? പുളി ഇടാം. കഴുകണല്ലേ? നമ്മൾ കഴുകിയിട്ട് വാ. ഒരെണ്ണം മതിയോ? കുടംപുളി ഇട്ട് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാണ് കേട്ടോ. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മടന്തേല. മുളക് പൊടിയും കൂടി ഇടാം അല്ലേ? കുറച്ച് മുളക് പൊടിയും ഇടാം. പൊടിപ്പിക്കാൻ കൊണ്ടുപോയിട്ടല്ലേ? നമ്മൾ മല്ലിയും മുളകും ഒക്കെ കഴിഞ്ഞ ദിവസം പൊടിപ്പിച്ചേ ഉള്ളൂ കേട്ടോ. ഇത് മല്ലിപ്പൊടിയാണേ. മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മതി അല്ലേ? മതിയോ എരിവ്? ആവശ്യത്തിന്. അപ്പോൾ ഇത് നമ്മൾ വേവിച്ച് വെക്കുക കേട്ടോ. നാളെ രാവിലെ നമ്മൾ ഇത് അരപ്പൊക്കെ ചേർക്കത്തുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. ഒരിക്കൽ കൂട്ടിയാൽ വീണ്ടും നമുക്ക് കഴിക്കാൻ തോന്നുന്നൊരു മടൻ തക്കറിയാണല്ലേ അമ്മേ? നന്നായിട്ട് വെന്ത് ഇലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പം എൻ്റെ മുളക് പൊടി ഇട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നമ്മൾ അരപ്പ് ചേർക്കാൻ വേണ്ടി നമുക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തേങ്ങ തിരുമ്മി വെച്ച് തേങ്ങ, അതുപോലെ തന്നെ ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി, ഇത് 4ഉം ഇട്ട് നമ്മൾ തേങ്ങയിലിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് അരഞ്ഞ് പോകരുത്. ഏകദേശം ഒരു ജസ്റ്റ് ഒന്ന് ചതച്ച് കിട്ടും, അത് മാത്രം മതി കേട്ടോ. ഒരുപാട് അങ്ങ് അരഞ്ഞ് കറി പോലെ ആവണ്ട. ഇപ്പോൾ ഇത്രയും ചേരുവകൾ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാവേ. അമ്മയാണ് കേട്ടോ ഇത് അരയ്ക്കുന്നത്. ചെമ്പരക്കരയ്ക്കാൻ പോവാണേ. തേങ്ങ, മുളക് പൊടി, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ കുഴമ്പ് അരയ്ക്കാൻ പോവല്ലേ? മിക്സിയിലാണ് നമ്മൾ അരയ്ക്കുന്നത്. മിക്സിയിൽ അരഞ്ഞോ? ഓക്കെ, കാണിച്ചമ്മേ. ഇതാണ് നമ്മുടെ അരപ്പ. നമ്മൾ ഇതിലേക്ക് ചേർക്കാം. ഇതാണ് കേട്ടോ നമ്മളുടെ താളുകറിയുടെ അരപ്പ് ചേർത്തിട്ടുണ്ട്. അരിയും ചോറ് വേവും കേട്ടോ. അരി രാവിലെ അരപ്പിട്ടാണേ. ഇനി നോക്കിയിട്ട് അത് നമുക്ക് നോക്കാം ഉപ്പുണ്ടോന്ന്. ഇളക്ക് എല്ലാം കൂടെ ഒന്ന്. അരകല്ലിൽ അരയ്ക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല, ഒത്തിരി അരഞ്ഞിട്ടില്ല, ഇത് മതി. തിളക്കരുത്, ചൂടായാൽ മതി ഇല്ലയോ? തിളക്കോ? ചൂടാവണം, നല്ലൊരു തിളച്ച് കഴിയുമ്പോൾ കൈയൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങി വെക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുക, ശകലം മതി. കുറച്ച് നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ ഈ മടൻ തക്കറി അല്ലെങ്കിൽ താളുകറി ഒന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ. വെരി സിമ്പിളാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം കൂട്ടുകാരെ. അപ്പോൾ മറക്കണ്ട, നിങ്ങളെല്ലാവരും ചാനൽ സബ് ചെയ്ത് കൂട്ടായിക്കോ. ഓക്കെ, ബൈ, ടാറ്റാ.